ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയറിന്റെ ട്രെയിലർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ വില്ലനായിട്ട് വരാൻ പോകുന്നത് ഓഫ്കോഴ്സ് സ്കാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒറാങ്കുട്ടാനെ പോലെ തന്നെ ഒരു കുരങ്ങനാണ്. പക്ഷെ പലർക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, അതായത് ഈ കുരങ്ങൻ എങ്ങനെയാണ് ഗോഡ്സിലേനും കോങ്ങിനെയും ഒരുമിച്ച് നേരിടാൻ പോകുന്നത്. അതായത് നമ്മുടെ കോങ്ങിന് പോലും ഒറ്റയ്ക്ക് ഗോഡ്സിലേനെ നേരിടാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഈ കുരങ്ങച്ചനെ ഗോഡ്സിലയും കോങ്ങും ഒരുമിച്ച് ചേർന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്താക്കുന്നതായിരിക്കും പലരും വിചാരിക്കുന്നുണ്ടാവുക. ആക്ച്വലി ഇതിൽ പുതിയൊരു വില്ലനും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. അതായത് ഇതിലെ മെയിൻ വില്ലനായിട്ടുള്ള സ്കാർക്കിങ്ങിന്റെ കൺട്രോളിൽ വേറൊരു വേൾഡ് പവർഫുൾ ആയിട്ടുള്ള വേറൊരു മോൺസ്റ്റർ ഉണ്ടെന്ന്. ആ മോൺസ്റ്ററാണ് ഷീമോ. അതായത് ഐസ് പവേർഡ് ആയിട്ടുള്ള ഒരു പവർഫുൾ വില്ലനായിട്ട്, ഐ മീൻ ഒരു പവർഫുൾ മോൺസ്റ്റർ ആയിട്ടായിരിക്കും ഈ മോൺസ്റ്ററിനെ കാണിക്കാൻ പോകുന്നത്. അതായത് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രാഗനെ പോലുള്ള ഒരു വില്ലൻ. ഈ വില്ലനെ കുറിച്ചുള്ള ഓൾറെഡി ഒരു ഹിന്റ് കോൾ ഓഫ് ഡ്യൂട്ടി വാർഫെയർ ഓർ വാർസോൺ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതായത് ആ ഗെയിമിൽ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രസന്റേഷൻ നടന്നിട്ടുണ്ട്. അതായത് ആ ടൈമിൽ ഗോഡ്സിലയും കോങ്ങിനും എന്തോ ഒരു ഇവന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോഡ്സിലയും നമ്മുടെ കോങ്ങും തമ്മിൽ എങ്ങനെയാണോ സ്കൾ ഐലൻഡിൽ ഒരു ചെറിയൊരു പിക്ചറായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുള്ളത്, അതേപോലെ ഇതിൽ ഗോഡ്സില്ല ഈ ഷീമോ എന്ന് പറയുന്ന മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുള്ള പോലെ കാണിച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ അറിയാം ഗോഡ്സിലേനേക്കാളും സൈസായിട്ടാണ് ഈ ഷീമോ എന്ന് പറയുന്ന വില്ലൻ ഉള്ളത്. ഈ ഷീമോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഷീമോ ഈസ് ദ ഫോഴ്സ് ഓഫ് നേച്ചർ എന്നാണ്. അതായത് ഈ മൊത്തം വേൾഡിനെ തന്നെ റീഷേപ്പ് ചെയ്യാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു മോൺസ്റ്ററാണ് ഈ ഷീമോ. അതായത് ഇപ്പോൾ ഗോഡ്സിലേനെ ആൽഫയായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആൽഫയ്ക്ക് മുകളിലുള്ള ഏതാണ്ട് ഒരു സിഗ്മയാണ് ഈ ഷീമോ. ഓൾമോസ്റ്റ് ഗോഡ്സിലേനേക്കാളും വലുതായിട്ടുള്ള ഒരു ഐസ് പവേർഡ് ആയിട്ടുള്ള ഒരു വില്ലനായിട്ടായിരിക്കും ഈ ഷീമോനെ കാണിക്കാൻ പോകുന്നത്. മാത്രമല്ല ഗോഡ്സിലേനേക്കാളും ഒരുപാട് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പ്രായമുള്ള ഒരു മോൺസ്റ്ററും കൂടിയാണിത്. ഭൂമിയിലെ ഒരു ഘട്ടത്തിൽ ഐസേജ് നടന്നിട്ടുണ്ടാവും. ആ ഐസേജ് ട്രിഗർ ചെയ്ത തന്നെ ഈ ഷീമോ എന്ന് പറയുന്ന മോൺസ്റ്റർ ആണെന്നും പറയുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് ആ മോൺസ്റ്റർ പല മില്യൺ വർഷങ്ങളുടെ ഉറക്കത്തിന് ശേഷം വീണ്ടും എഴുന്നേക്കാൻ പോവാണ്. അപ്പോഴുള്ള വേറെ പ്രശ്നമാണ് എന്തുകൊണ്ട് ഈ സാധനം ഗോഡ്സിലും കോങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന്. ഓൾമോസ്റ്റ് ഗോഡ്സിലേക്ക് ഈക്വൽ ആയിട്ടും അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഈ ഡ്രാഗൺ സൈസ്ഡ് സാധനത്തിന് എങ്ങനെ ആ കുരങ്ങൻ കൺട്രോൾ വെച്ചെന്ന്. ആക്ച്വലി ഈ ഷീമോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഗോഡ്സിലേനെ പോലെ ഒരു നല്ലൊരു മോൺസ്റ്റർ ആവാനാണ് ചാൻസ്. പിന്നെ അത് എന്തുകൊണ്ട് ഗോഡ്സിലായിട്ട് ഫൈറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കാർക്കിങ് അതിൻ്റെ കണ്ണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെന്തോ ഒരു ടെലിപ്പാത്തിക്കലി കണക്ഷൻ ഉണ്ട്. അതിൻ്റെ കൺട്രോളിലായിരിക്കണം ഈ ഷീമോ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു വരാം. അതെങ്ങനെയാണ് ആ കണക്ഷൻ വരുന്നതെന്നൊക്കെ പടം കണ്ടാലേ ചില പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ കിങ് ഗിഡോറേനെ പോലെ പവർഫുൾ ആയിട്ട് ഈ വേൾഡിനെ ടേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു മോൺസ്റ്റർ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്തിട്ടുണ്ടാവാലോ. അതുകൊണ്ടായിരിക്കണം, ഐ മീൻ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ അവിടെ ഉണ്ടായതുകൊണ്ടായിരിക്കണം നമ്മുടെ ഗോഡ്സിലും കോങ്ങും ഒരുമിച്ച് വരുന്നത്. അല്ലെങ്കിൽ ഗോഡ്സിലാൻ്റെ ഒരു വാലോണ്ടല്ല അടിക്കലുള്ളൂ ആ കുരങ്ങനൊക്കെ.